ലോകത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ അതിർത്തികളിലൊന്നായ ഇന്ത്യ പാക് അതിർത്തിയിലെ ഏതൊരു ഏറ്റുമുട്ടലും ആഗോള ശ്രദ്ധ ആകർഷിക്കാറുണ്ട്. എന്നാൽ 2024 മെയ് മാസത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ സംഘർഷം സൈനിക സാമ്പത്തിക ശക്തിയായ ചൈനയുടെ തന്ത്രപരമായ നീക്കങ്ങൾക്ക് വേദിയായെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അമേരിക്ക ചൈന ഇക്കണോമിക് ആൻഡ് സെക്യൂരിറ്റി റിവ്യൂ കമ്മീഷൻ പുറത്തുവിട്ട വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുമായുള്ള അതിർത്തി സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ചൈന തങ്ങളുടെ ഏറ്റവും നൂതനമായ ആയുധ സംവിധാനങ്ങളുടെ യഥാർത്ഥ പരീക്ഷണത്തിനും പ്രചാരണത്തിനും ഈ 4 ദിവസത്തെ ഏറ്റുമുട്ടൽ പ്രയോജനപ്പെടുത്തി. ചൈനയുടെ വികസ്വര പ്രതിരോധ വ്യവസായ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനും ആഗോളതലത്തിൽ ആയുധ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനും ഈ സംഭവം ഉപയോഗിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിലെ പ്രധാന ആരോപണം. ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 പേരുടെ മരണത്തിന് കാരണമായ ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം വർദ്ധിച്ചത്. ആക്രമണവുമായി അതിർത്തി കടന്നുള്ള ബന്ധം കണ്ടെത്തിയതിനെ തുടർന്ന് മെയ് 7-ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുകയും പാകിസ്ഥാൻ പാക് അധീന കാശ്മീർ എന്നിവിടങ്ങളിലെ നിരവധി ഭീകര ക്യാമ്പുകൾ ആക്രമിക്കുകയും ചെയ്തു. ഈ നിർണായക ഏറ്റുമുട്ടലിലാണ് ചൈനയുടെ ആധുനിക ആയുധങ്ങൾ സജീവ പോരാട്ടത്തിൽ ആദ്യമായി ഉപയോഗിക്കപ്പെട്ടതായി റിപ്പോർട്ട് അവകാശപ്പെടുന്നത്. ഇന്ത്യയുമായുള്ള അതിർത്തി സംഘർഷങ്ങളുടെയും വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിരോധ വ്യവസായ ലക്ഷ്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഉപയോഗപ്രദമാകുന്ന ആയുധങ്ങളുടെ സങ്കീർണ പരീക്ഷിക്കുന്നതിനും പരസ്യപ്പെടുത്തുന്നതിനും ചൈന ഈ 4 ദിവസത്തെ സംഘർഷം പ്രയോജനപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന നിഗമനം. അമേരിക്കൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ചൈനയുടെ അത്യാധുനിക ആയുധങ്ങളായ HQ-9 വ്യോമ പ്രതിരോധ സംവിധാനം, PL-15 എയർ ടു എയർ മിസൈലുകൾ, J-10 യുദ്ധവിമാനങ്ങൾ എന്നിവ ഈ സംഘർഷത്തിൽ ആദ്യമായി ഉപയോഗിച്ചു. ഇത് ചൈനീസ് ആയുധങ്ങളുടെ സങ്കീർണ പരീക്ഷിക്കുന്നതിന് ഒരു യഥാർത്ഥ ലോക പരീക്ഷണമായി വർദ്ധിച്ചു. ഈ ആയുധങ്ങളുടെ പ്രകടനം വിലയിരുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആയുധ വിൽപ്പന വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നു. സംഘർഷത്തിന് ശേഷമുള്ള ചൈനയുടെ തന്ത്രപരമായ നീക്കങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാന ഭാഗം. സംഘർഷത്തിന് ശേഷമുള്ള ആഴ്ചകളിൽ ചൈനീസ് എംബസികൾ ഇന്ത്യ പാക് ഏറ്റുമുട്ടലിൽ തങ്ങളുടെ ആയുധ സംവിധാനങ്ങളുടെ വിജയങ്ങളെ പ്രശംസിച്ചുകൊണ്ട് ആയുധ വിൽപ്പന വർദ്ധിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തിയതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതിന്റെ ഭാഗമായി ജൂണിൽ പാകിസ്ഥാന് 40 5ാം തലമുറ J-35 യുദ്ധവിമാനങ്ങൾ, KJ-500 മുൻകൂർ മുന്നറിയിപ്പ് വിമാനങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ വിൽക്കാൻ ചൈന വാഗ്ദാനം ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നു. മെയ് മാസത്തെ ഈ സംഘർഷത്തെ പ്രോക്സി യുദ്ധമായി ചിത്രീകരിക്കുന്നത് ചൈനയുടെ പ്രേരക ശക്തി എന്ന നിലയിലുള്ള പങ്കിനെ അമിതമായി ചിത്രീകരിക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു. ഫ്രഞ്ച് റാഫേൽ യുദ്ധവിമാനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ചൈനയുടെ ശ്രമങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത്. ഫ്രഞ്ച് ഇന്റലിജൻസ് നൽകിയ വിവരങ്ങൾ ഉദ്ധരിച്ച് റിപ്പോർട്ട് പറയുന്നത് തങ്ങളുടെ സ്വന്തം J-35 വിമാനങ്ങൾക്ക് വേണ്ടി റാഫേലുകളുടെ വിൽപ്പന തടയുന്നതിനായി ചൈന ഒരു തെറ്റായ പ്രചാരണം ആരംഭിച്ചു. ഈ പ്രചാരണത്തിനായി ചൈനീസ് ആയുധങ്ങൾ നശിപ്പിച്ച വിമാനങ്ങളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ എന്ന് കരുതപ്പെടുന്ന കൃത്രിമ ബുദ്ധി സൃഷ്ടിച്ച ചിത്രങ്ങളും വീഡിയോ ഗെയിം ദൃശ്യങ്ങളും പ്രചരിപ്പിക്കാൻ അവർ വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിച്ചു. കൂടാതെ റാഫേൽ ജെറ്റുകളുടെ തുടർച്ചയായ വാങ്ങൽ നിർത്താൻ ചൈനീസ് എംബസി ഉദ്യോഗസ്ഥർ ഇന്തോനേഷ്യയെ പ്രേരിപ്പിച്ചതായും റിപ്പോർട്ട് അവകാശപ്പെടുന്നുണ്ട്. കമ്മിറ്റി ഹിയറിംഗുകളും പൊതുജനങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങളും മാധ്യമ റിപ്പോർട്ടുകളും അടിസ്ഥാനമാക്കിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെങ്കിലും ഈ ഗുരുതരമായ ആരോപണങ്ങളെ ചൈന ശക്തമായി തള്ളിക്കളഞ്ഞു. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് റാഫേൽ തെറ്റായ വിവര പ്രചരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി അമേരിക്ക ചൈന കമ്മീഷനെ രൂക്ഷമായി വിമർശിച്ചു. താങ്കൾ പരാമർശിച്ച ഈ കമ്മീഷൻ എപ്പോഴും ചൈനയ്ക്കെതിരായ പ്രത്യയശാസ്ത്രപരമായ പക്ഷപാതം പുലർത്തുന്നു, മാത്രമല്ല അത് പറയാൻ പോലും വിശ്വാസ്യതയില്ല എന്നുമാണ് വ്യക്തമാക്കിയത്. കമ്മീഷന്റെ റിപ്പോർട്ട് തന്നെ തെറ്റായ വിവരങ്ങളാണ് അവർ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു. ചൈനീസ് ആയുധങ്ങളുടെ വിപണന തന്ത്രങ്ങൾ, അയൽ രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ ബന്ധങ്ങൾ, വ്യാജ പ്രചാരണങ്ങൾ ഉപയോഗിച്ചുള്ള ആയുധ മത്സരങ്ങൾ എന്നിവയെക്കുറിച്ച് ഈ റിപ്പോർട്ട് ആഗോളതലത്തിൽ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.